ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേഡ്പ്രസിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം കോഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു വേഡ്പ്രസ് ഡെവലപ്പറായി അല്ലെങ്കിൽ ഒരു വേഡ്പ്രസ് കൊണ്ടിട്ട് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങളുടെ ക്ലയൻസിന് വെബ്സൈറ്റുകളും അതുപോലെ പല പ്രോഡക്ട്സും ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഡ്പ്രസ് പഠിക്കണം, അതുപോലെ നിങ്ങൾക്കിത് പഠിച്ച് എന്തെങ്കിലും ലൈക്ക് കരിയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് ഫുള്ള് കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വേഡ്പ്രസ് കേട്ടിട്ടുണ്ട് ഓൾറെഡി. വേഡ്പ്രസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വേഡ്പ്രസ് എന്ന് പറയുന്നത്. അതായത് ഒരു CMS പ്ലാറ്റ്ഫോമാണ്. അതായത് ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ഒരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എല്ലാ കാര്യങ്ങളോടും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഈ വേഡ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേഡ്പ്രസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ലൈക്ക് ഈ പഴയ ട്രഡീഷണൽ രീതികളായിട്ടുള്ള PHP പോലുള്ള അല്ലെങ്കിൽ പല കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഫുള്ള് കോഡ് എഴുതി ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതായത് ഒരു വെബ്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ കോഡ് എഴുതി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട്, അതായത് നമ്മൾ കണ്ടുകൊണ്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ് ഈ വേഡ്പ്രസ്സും അതുപോലെ തന്നെ വേറെ പല പ്ലാറ്റ്ഫോമുകളുണ്ട് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഡ്പ്രസ്സിൽ ശരിക്കും പറഞ്ഞാൽ വേഡ്പ്രസ് 2 രീതിയിലുണ്ട്. അപ്പോൾ വേഡ്പ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് wordpress.com എന്ന് പറയുന്നൊരു ഡൊമൈനാണ്. അതല്ലാതെ വേറെ ഡൊമൈൻ ഉള്ളതെന്ന് പറഞ്ഞാൽ wordpress.org എന്ന് പറയുന്ന ഡൊമൈൻ ഉണ്ട്. 2 ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഞാൻ ജസ്റ്റ് ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. wordpress.com എന്ന് പറയുന്നത് ഒരു ലൈക്ക് എന്താണ് പറയുന്നത്, ഒരു എൻറ്റയർലി ഫ്രീ ആയിട്ട്, ലൈക്ക് നമുക്ക് ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കണമെന്ന് താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് wordpress.com എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ wordpress.comൽ നമുക്ക് ഈ പറയുന്ന പോലെ വെബ്സൈറ്റ് ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് ഫ്രീ ആയിട്ട് നമ്മളൊരു ഡൊമൈൻ ലിങ്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. മനസ്സിലായി? അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും, അതായത് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യേണ്ട, ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമ്മുടെ wordpress.com എന്ന് പറഞ്ഞൊരു ഡൊമൈൻ, അതായത് wordpress.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കൂടി നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് വേഡ്പ്രസ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ അതിനുശേഷം നിങ്ങളൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി ലെവൽ പ്രൊജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് wordpress.com യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പിന്നുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് wordpress.org ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേഡ്പ്രസിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്. വേഡ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു CMS ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പറയുന്നത് സെറ്റ് ഓഫ് കോഡുകൾ നമ്മൾ നമ്മുടെ ഹോസ്റ്റിങ്ങിൽ നമ്മളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത്, നമ്മളൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്ത്, എല്ലാം നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് ഈ വേഡ്പ്രസ് എന്ന് പറഞ്ഞ CMS, അതായത് ഈ ഒരു ഫ്രെയിം വർക്ക് കൊണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുകയാണ്. മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ, അതായത് ഒരു CMSൻ്റെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് .orgയിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള, അതായത് ഹോസ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ wordpress.comൽ നമുക്ക് ഹോസ്റ്റിംഗ് വേണ്ട, ഒരു കാര്യങ്ങളും വേണ്ട, നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ലൈക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു CMS പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ CMS ഫ്രെയിം വർക്കാണ് ഈ പറഞ്ഞ പോലെ wordpress.org എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈക്ക് എന്താ പറയുക, ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു പ്രൊജക്റ്റ് ലെവലിൽ, കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, കുറച്ചുകൂടെ പ്രൊജക്റ്റ് ലെവലിൽ നമുക്ക് എന്താ പറയുക ഒരു സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ wordpress.org എന്ന് പറയുന്നത്. ഇതാണ് കൂടുതലും ആൾക്കാർ wordpress.org ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് wordpress.com യൂസ് ചെയ്യുക. പഠിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് wordpress.orgയിലേക്ക് മൂവ് ആവുന്നതാണ്. അപ്പോൾ wordpress.comൽ നിങ്ങൾക്ക് വലിയ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഒരു ഡൊമൈൻ നെയിം ഉൾപ്പെടെ അതിൽ ഫ്രീ ആയിട്ട് കിട്ടും. ലൈക്ക് wordpress.comൻ്റെ കൂട്ടത്തിൽ ലൈക്ക് ഇപ്പം amal.wordpress.com എന്നൊരു ഡൊമൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് വേഡ്പ്രസിൻ്റെ ഒരു സബ് ഡൊമൈനായിട്ട് നമുക്ക് അതിൽ ഡൊമൈൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എന്നാൽ നമുക്കതിൽ ഡൊമൈൻ മേടിച്ച് പർച്ചേസ് ചെയ്ത് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതാണ് രണ്ടെണ്ണം, അതായത് wordpress.comഉം wordpress.orgയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് നമുക്ക് കൂടുതൽ സ്കെയിൽ ചെയ്ത് മുന്നോട്ട് അതൊരു വലിയ ഒരു പ്രൊജക്റ്റ് പോലുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും wordpress.org യൂസ് ചെയ്യണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് സിൻസ് നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റേജിലായതുകൊണ്ട് നമുക്ക് wordpress.com ആയാലും യൂസ് ചെയ്യാം. എനിവേ നമ്മളിത് രണ്ടിലും എങ്ങനെ വെബ്സൈറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഇനി മുതൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഓൾറെഡി വേഡ്പ്രസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ, വേഡ്പ്രസിൻ്റെ സ്വന്തം വെബ്സൈറ്റിൽ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും പ്രൈസിങ്ങിൽ വേഡ്പ്രസ് എന്ന് പറയുന്നത് .org എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ഫുള്ളി ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പക്ഷേ wordpress.comൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും, ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു ഡൊമൈൻ ലിങ്ക് ചെയ്യേണ്ട ഒരു സ്റ്റേജൊക്കെ എത്തുന്നത് ആ ഒരു ലെവലിലേക്ക് മാത്രമേ നമ്മളതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ wordpress.comൽ. പിന്നെ എക്സ്പീരിയൻസ് ആണ്. രണ്ടിലും ഏകദേശം ഒരുപോലെയാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ജസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ എന്താണ് പറയുക, നമ്മളായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം മാനുവലായിട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളായിരിക്കും wordpress.orgൽ, പക്ഷേ .comൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ wordpress.comൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. wordpress.orgൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്പീഡും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് ഡിപ്പെൻസ് അപ്പോൺ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ .orgൽ ഹോസ്റ്റിങ്ങിൻ്റെയും അതുപോലെ പ്ലാൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. നമ്മുടെ wordpress.comൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. സെക്യൂരിറ്റിയൊക്കെ ഹൈ സെക്യൂരിറ്റിയാണ് നമ്മുടെ wordpress.comൽ. orgൽ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം എൻ്റെ നമ്മുടെ ഭാഗത്താണ്, നമ്മളാണ് അത് ഫുള്ളി മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്ലഗിൻസും അതുപോലെ തീംസ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് രണ്ടിടത്ത് യൂസ് ചെയ്യാം. ഒരുമാതിരി 90% കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം, അതായത് നമുക്കിപ്പോൾ wordpress.comൽ ഒരു വെബ്സൈറ്റ് ചെയ്തിട്ട് orgലേക്ക് പിന്നീട് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മൂവ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട്, അതായത് wordpress.comഉം wordpress.org തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ വേർഡ്പ്രസ്സിനെ കുറിച്ചുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വേർഡ്പ്രസ്സിൻ്റെ അടുത്തതായിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം വേർഡ്പ്രസ് പഠിച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേർഡ്പ്രസ്സിൻ്റെ ഫുൾ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.